മരിക്കും, നിങ്ങൾ മരിക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എല്ലാവരും അടുത്ത് നിൽക്കി. എന്താണ് റഹ്മാനായ റബ്ബിന്റെ ചോദ്യം? നീ നിന്റെ ആയുസ്സും ആരോഗ്യവും എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഓ എന്റെ ചെറുപ്പക്കാരെ, ഈ മഹല്ലത്തിലെ കാരണവന്മാരെ, എന്റെ ഉമ്മപെങ്ങന്മാരെ, ഈ ചോദ്യം എന്നോട് ചോദിച്ചാൽ, നിങ്ങളോട് ചോദിച്ചാൽ, റഹ്മാനായ റബ്ബിന്റെ ദീനിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളെ കൈവരൽ മടക്കി പറയാൻ എന്തെങ്കിലും ഉണ്ടാകണ്ടേ? എന്നാ നമ്മുടെ മുൻഗാമികളായ ആളുകൾ മഹാനായ താജുൽ ഉലമക്കും നമുക്കിന്ന് നേതൃത്വം നൽകുന്ന ഖമറുൽ ഉലമക്കും നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട KP ഹംസ മുസ്ലിയാർ ചിറ്റാരി ഉസ്താദ് അവരുകൾ പോലുള്ളവർക്കും അവർ ചെയ്ത ഖിദ്മകൾ എന്തുമാത്രം പറയാറുണ്ട്. അവരെ പൂർവീകരായ മഹാന്മാരായ സഹാബത്ത് നിങ്ങൾ നോക്കൂ. ഒരൊറ്റ സഹാബിയുടെ ഒരു ചെറിയ ചരിത്രം, ഒരു ബർക്കത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മറക്കരുതേ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ കഠിനാധ്വാനം ആവശ്യമാണ്. അതിന്റെ പേരിൽ പീഡനം വരുമ്പോ നിരാശപ്പെട്ടുകൊണ്ട് പിന്മാറരുത്. നമുക്കൊരു പ്രയാസം വന്നാൽ മുൻഗാമികൾ ഓർക്കണമെന്ന് പുന്നാർ നബി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതാ വഹദ് യുദ്ധം തീർന്നിരിക്കുകയാണ്. വഹദ് യുദ്ധം അവസാനിച്ചപ്പോ ആ വഹദിന്റെ മാമലകളുടെ നടുവിലുള്ള ആ രണഭൂമിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുകയാണ്. ഇസ്ലാമിന്റെ മുന്നണി പോരാളികളായ 70 നേതാക്കന്മാർ, മഹാനായ ഹംസത്തുൽ ഖറാർ തങ്ങളടക്കമുള്ള 70 നേതാക്കന്മാർ രക്തസാക്ഷികളായിരിക്കുന്നു. നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ആറ്റുജന്നി എന്ന് പറയുന്ന നെറ്റിത്തടത്തിലേക്ക് അമ്പങ്ങ് ഇറങ്ങിപ്പോയിട്ട് മുറിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പൊ അമ്പിന്റെ കുറ്റി പിടിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ തടിരോമം രക്തത്തിൽ കുതിർന്നിതാ, രക്തം ധാരധാരയായി ഒഴുകുകയാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ നെറ്റിത്തടത്തിൽ മുറിഞ്ഞിറങ്ങിപ്പോയ അമ്പിന്റെ കുറ്റി വലിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോ നേതാവിന് വേദനിക്കുമെന്ന സങ്കടം കൊണ്ട് വിഷമിക്കുമ്പോ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്തുൽ ജർറാഹ് റളിയല്ലാഹു അൻഹു അടുത്തു വരുന്നു. മഹാനായ സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ നെറ്റിത്തടത്തിൽ കുടുങ്ങിപ്പോയ അമ്പിന്റെ കുറ്റി ഞാൻ ഊരിയെടുക്കാം. എന്നിട്ട് റസൂലുള്ളാഹി തന്റെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് കൂട്ടിപ്പിടിച്ചുകൊണ്ട് വലതുഭാഗത്താണ് പല്ലുകൊണ്ട് ഈ അഗ്രം പതുക്കെ വരിക്കുമ്പോ അതിന്റെ ഉറപ്പ് കാരണം തന്റെ അണപ്പല്ല് പറഞ്ഞു പോയി. അബൂ ഉബൈദത്തുൽ ജർറാഹ് തങ്ങളുടെ അണപ്പല്ല് പറഞ്ഞു പോകണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ തലയൊട്ടിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയ ഈ അമ്പ് എത്ര ആഴത്തിൽ മുറിഞ്ഞു പോയിരിക്കണം. അതുകൊണ്ട് ഇടത്തെ കോട്ടുപല്ലുകൊണ്ട് രണ്ടാമത് അമ്പിന്റെ കുറ്റി കടിച്ചെടുക്കുമ്പോ അമ്പും കുറ്റി പറഞ്ഞു പോരുമ്പോ അദ്ദേഹത്തിന്റെ ഇടതുഭാഗത്തുള്ള കോട്ടുവല്ലും പറഞ്ഞു പോരുന്നു. ഈ അമ്പ് തറച്ച വഴി ഒഴിവിലൂടെ രക്തം ധാരധാരിയായി ഒഴുകുന്നു. റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ മുറിവേറ്റിട്ടുണ്ട്. മനസ്സിനും മേനിക്കും ഒരുപോലെ വേദന സംഭവിച്ചിരിക്കുന്നു. അതെല്ലാം സഹിച്ചുകൊണ്ട് മരണപ്പെട്ട ഓരോരുത്തരെ കുടുംബക്കാരെ വിളിച്ചു വരുത്തി കുടുംബത്തിന്റെ മരണം യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുത്തി ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഒരു കബറിൽ ഒരാളെ മറവ് ചെയ്താൽ നേരം പിടിക്കുമെന്നതിനാലും ഒരു കബറിൽ ഒഴിവിന്റെ അനുസരിച്ച് ഒന്നും അതിലേറെയും മയ്യത്തുകൾ മറവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മാംസക്കൂമ്പാരം ആരുടേതാണെന്നറിയണമെങ്കിൽ അംഗങ്ങൾ ഏതെങ്കിലും വ്യക്തമാകണം, മുഖം വ്യക്തമാകണം. ഒന്നും വ്യക്തമാകാതെ ചിന്നിച്ചിതറി പൊടിമണ്ണിൽ കായം പുരട്ടപ്പെട്ട രൂപത്തിൽ ഒരു മാംസക്കൂമ്പാരം ആളറിയാതെ മറവ് ചെയ്യാൻ പറ്റാത്തതിനാൽ അതവിടെ തന്നെ ഉപേക്ഷിച്ച് മറ്റു മയ്യത്തുകൾ മറവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ 6 വയസ്സ് മാത്രം പ്രായമായ ദുബൈ എന്ന് പേരുള്ള ഒരു കൊച്ചു പെൺകുട്ടി ജനഭൂമിയിലേക്ക് വന്ന് അലമുറയുട്ടി കരഞ്ഞുകൊണ്ട് എന്റെ ഇക്ക എവിടെ എന്ന് അന്വേഷിക്കുന്നു. പെൺകുട്ടിയെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അത് അനസ് ഇബ്നു നവറിന്റെ സഹോദരിയാണ്. 6
വയസ്സായ ഈ പെൺകുട്ടിയെ എപ്പോഴും കൈപിടിച്ചുകൊണ്ട് വയലിന്റെ മജ്‌ലിസിൽ ദിക്റിന്റെ മജ്‌ലിസിലെല്ലാം അനസ് ഇബ്നു നദർ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഈ പെൺകുട്ടി തന്റെ ഇക്കയെ എന്ന് അന്വേഷിക്കുന്നത് അനസ് ഇബ്നു നദറിനെയാണോ? ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത വേദന വേദന കൊണ്ട് എന്നെ കാണുമ്പോഴൊക്കെ പൊട്ടിക്കരയാറുണ്ടായിരുന്നു അനസ് ഇബ്നു നദർ. ഉഹദ് യുദ്ധത്തിന്റെ വിജ്ഞാപനം കേട്ടപ്പം ആദ്യമായി രണഭൂമി അണിയൊപ്പിച്ചു നിന്ന അനസ് ഇബ്നു നദർ ഈ യുദ്ധത്തിന്റെ ഒരു സമയത്ത് ഇന്നീ ഖതൽതു മുഹമ്മദിനെ ഞാൻ കൊന്നു എന്ന് ആരോ കളവ് പറഞ്ഞപ്പോ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയ സഹാബാക്കൾ ചിതറി ഓടിയപ്പോ ഉഹദിന്റെ മലകൾ എന്നോട് സ്വർഗത്തിന്റെ പാട്ട് പാടുന്നു, സ്വർഗത്തിന്റെ കഥ പറയുന്നു എന്ന പാട്ടും പാടിയും അവിശ്വാസികളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ എനിക്കും അവയായി നിന്ന അനസ് ഇബ്നു നദർ എവിടെ? അദ്ദേഹം എവിടെ? ഈ 6 വയസ്സായ പെൺകുട്ടി മുത്തുനബിയോട് പറയുന്നു, പരിക്ക് പറ്റിക്കിടക്കുന്നവരെ കൂട്ടത്തിൽ ഇല്ല നബിയേ, മരിച്ചുപോയവരെ കൂട്ടത്തിലും ഞാൻ കണ്ടില്ല, യുദ്ധത്തിൽ മുറിവേൽക്കാതെ രക്ഷപ്പെട്ടവരും പറഞ്ഞു അവരും കണ്ടില്ല, പിന്നെ എന്റെ ഇക്ക എവിടെ? അവസാനം ഈ പെൺകുട്ടി തന്നെ ചിന്നിച്ചിതറിക്കിടക്കുന്ന പൊടിമണ്ണിൽ കായം പുരട്ടിപ്പെട്ട് പിറന്നു കിടക്കുന്ന മാംസക്കൂമ്പാരത്തിന്റെ അരികെ ഇരുന്നു കൊണ്ട് അതിൽ നിന്ന് കയ്യിന്റെ ചെറിയ വിരലിന്റെ ഈ കഷ്ണം, അറബി ഭാഷയിൽ ഈ വിരലിന്റെ ഹിൻസർ എന്നാണ് പറയുക, ഈ ഹിൻസറിന്റെ ചെറിയ ഒരു കഷ്ണം എടുത്തുകൊണ്ട് പുന്നാര നബിയോട് പറയുന്നു, നബിയേ ഇത് എന്റെ ഇക്ക കിടക്കുന്നു, ഞാൻ എന്റെ ഇക്കയുടെ കരം പിടിച്ചുകൊണ്ട് ഇവിടെ വരാറില്ലേ നബിയേ? ഞാൻ പിടിക്കാറുള്ള എന്റെ ഇക്കയുടെ കരത്തിന്റെ കയ്യിന്റെ വിരലിൽ ഇങ്ങനെ ഒരു കറുത്ത കാക്കപ്പുള്ളി ഉണ്ടായിരുന്നു നബിയേ. അതേ സെയിം കാക്കപ്പുള്ളിയുള്ള വിരലിന്റെ കഷ്ണം ഈ മാംസക്കൂമാരത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഇതിന്റെ ഇക്കയാണ് തങ്ങളെ. പാവം 6 വയസ്സുകാരി പെൺകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ആ ജനാസയും മറവ് ചെയ്യാൻ ഒരുങ്ങുമ്പോ നിങ്ങൾ ഓർക്കണം, ഈ അനസ് ഇബ്നു നദർ നാളെ ആഖിറത്തിൽ വരുമ്പോ നീ നിന്റെ ആയുസ് ആരോഗ്യം എന്തിനു വേണ്ടി ഉപയോഗിച്ചെന്ന് ചോദിച്ചപ്പോ തിരിച്ചറിയാൻ പോലും പറ്റാത്ത രൂപത്തിൽ പൊടിമണ്ണിൽ കായം പുരട്ടപ്പെട്ട രൂപത്തിൽ രക്തസാക്ഷിത്വം വരിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന കഥ പറയാറുണ്ടെങ്കിൽ ഇസ്ലാമിൽ അതിനുവേണ്ടി ഒരു വിരൽ പോലും സംഭാവന കൊടുക്കാൻ സാഹചര്യം ഒത്തുകിട്ടാത്ത എനിക്കും നിങ്ങൾക്കും അനസ് ഇബ്നു നദറിനെ പോലെ ഒട്ടനേകം മഹത്തുക്കൾ രക്തം ചിന്തി നേടിയെടുത്ത മതം അത് നിലനിർത്താൻ എന്നാൽ കഴിയുന്ന രൂപത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്നെങ്കിലും പറഞ്ഞ് ഈ മഹാന്മാരോടൊപ്പം പുന്നാർ നബിയുടെ തണലിൽ സ്വർഗത്തിലേക്ക് പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അവരെല്ലാം ചെയ്യേണ്ടത് ദീനിന് വേണ്ടി മാത്രം നേതൃത്വം നൽകുന്ന നൂറുൽ ഉലമാ എന്ന ഉസ്താദ് അല്ലാഹുവേ ദീർഘായുസ്സ് നൽകണം അല്ലാഹ്. ഖമറുൽ ഉലമാ പി ഉസ്താദ് അല്ലാഹുവേ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയങ്കരനായ കൻസുൽ ഉലമാ ചിത്താരി കെ.പി. ഹംസ ഉസ്താദ് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഈ മാൻ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ കീഴിൽ അണിനിരക്കണേ മോമിനീങ്ങളെ. ഈ നേതൃത്വത്തിനെതിരെ ഉള്ളത് എല്ലാം കളവാണ്, എല്ലാം നുണയാണ്, പച്ചപ്പൊള്ളാണ്, ഒരു പറ്റം കാപാലികന്മാരുടെ കള്ളപ്രചരണമാണ്. അതിൽ കുടുങ്ങിക്കൊണ്ട് ഈമാനും ഇസ്ലാമും അപകടപ്പെടുത്തി ആഖിബത്ത് മോശമാകാതിരിക്കാൻ ഇഖ്ലാസോടുകൂടെ റബ്ബുൽ ആലമീനായ തമ്പുരാനെ ഖിദ്മത്തെടുത്ത് ഐക്യത്തോടെ പ്രവർത്തിക്കാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം. അതിന് റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് ചെറിയ പിരിവ് വേണ്ടി വരും. അതിന്റെ പുറമെ ഞാൻ പിരിവ് ചെയ്യുമ്പോൾ ആൾക്കാർ തരുമല്ലോ, നല്ല പൈസ തരണം, അതെന്തിന് നമ്മളെ മയക്കക്കാരന് കൊടുക്കാൻ ഇതിന് വലിയ ചെലവുണ്ടാവും. അതിന്റെ പുറമെ ഞാൻ മാത്രമാണ് അരീക്കോടും മജുമായിന് വേണ്ടിയിട്ട് അരിക്ക് പൈസ വാങ്ങാനുള്ള 2000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട് അരീക്കോടും മജുമായും. അതിൽ അവിടെ താമസിക്കുന്ന മക്കൾക്ക് നാളെ അരി വാങ്ങാൻ ഒന്നും നമ്മളെ കയ്യിലില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ
ഒരു ചാക്കായിരിക്കും ഒരു 2000 ഉറുപ്പ്യ പോണേനിടയ്ക്ക് തരണം, അല്ലെങ്കിൽ 4 ആളോ 500 ഉറുപ്പ്യ വെച്ചിട്ടെങ്കിലും ഒരു ചാക്കായിരിക്കുള്ള പൈസ എനിക്ക് തരണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ പരിപാടിയുടെ ചെലവിലേക്ക് നിങ്ങൾ ഒരു ചെറിയ സംഭാവന എല്ലാവരും തങ്ങൾ ബഹുമാനപ്പെട്ട നമ്മളെ ശുദ്ധിമാരി തങ്ങളെ കൈപിടിക്കാൻ ദുബൈയിൽ ദീർഘകാലം നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ തങ്ങളവറുകളാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ എല്ലാവരും ഈ സമ്മേളനത്തിന്റെ ചിലവിലേക്ക് കൊടുക്കണം. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ എല്ലാവരും മഹാനായ താജുല്ലമാടി തിരുവരങ്ങാടി ബാപ്പ മുസ്ലിയാർ വീരാൻകുട്ടി മുസ്ലിയാർ എല്ലാവരും ഇരിക്കി. അങ്ങനെയുള്ള മഹാന്മാർക്ക് വേണ്ടി ഒക്കെ ഒരു ഫാത്തിഹ ഓതി നിങ്ങളെ കുടുംബത്തിൽ നിന്ന് നമ്മളെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു എല്ലാവർക്കും വേണ്ടി